ഗുരുയാനത്തിലേക്ക് സ്വാഗതം. മറഞ്ഞിരിക്കുന്ന എല്ലാം വെളിപ്പെട്ട് കിട്ടും. രഹസ്യത്തിൽ നിങ്ങൾ മന്ത്രിച്ചവ പുരമുകളിൽ നിന്നാരോ ഘോഷിക്കും. ഇത് പറഞ്ഞത് ജീവിതത്തിൽ ഒരു രഹസ്യങ്ങളും സൂക്ഷിക്കാൻ ആഗ്രഹിക്കാത്ത, തനിക്ക് നിഗൂഢമായൊരു പരിവേഷം ഒരിക്കലും വെച്ച് പുലർത്താൻ അനുവദിക്കാത്ത നസ്രത്തിൽ യേശുവ. പൊതുവെ ഗുരുക്കന്മാർക്ക് നിരക്കുന്നതല്ല അതെന്ന് പോലും തോന്നുന്നുണ്ട്. കാരണം മിക്കവാറും ഒത്തിരി ഘോഷിക്കപ്പെടുന്ന ഗുരുക്കന്മാര് ഈ നിഗൂഢത നിലനിർത്താനായിട്ട് ചെറിയൊരളവിൽ ബോധപൂർവ്വം ശ്രമിക്കുന്നതായിട്ട് പോലും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവർ അതിനുവേണ്ടി നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിനായിട്ട് ചൈനയിലെ ഒരു ഗുരുപാരമ്പര്യത്തില് അവരെ ഗുരു ജനിച്ചത് 85-ാം വയസ്സിലാണ്. 85 വർഷത്തോളം ഈ ഗുരു അമ്മയുടെ ഉദരത്തിലായിരുന്നു. വയോധികനായിട്ട് ഈ മനുഷ്യൻ പിറക്കുന്നത് പോലും. എന്താണ് ഈ 85-ന്റെ പ്രത്യേകത? ബുദ്ധ മരിച്ച 84-ാം വയസ്സിലാണ്. അപ്പൊ തങ്ങളുടെ ഗുരു ആ ബുദ്ധയേക്കാൾ മീതയാണെന്നൊക്കെ കാട്ടാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച, സാധകർ കണ്ടുപിടിച്ച ഒരു രീതിയായിരുന്നു 85-ാം വയസ്സിൽ ജനിച്ച ആചാര്യന്റെ കഥ. ജീവിതത്തിലുടനീളം ഈ ഒരു ഇതേ നിഗൂഢ തലങ്ങൾ പുലർത്താനായിട്ട് അവർ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഗുരു ക്രിസ്തുവിന് മുമ്പ്, സോക്രട്ടീസിനൊക്കെ പോലും മുമ്പായിട്ടുണ്ടായിരുന്ന ഒരാള് പെട്ടെന്നൊരു ദിവസം പറയുകയാണ്, ഞാൻ വന്ന കണക്ക് തന്നെ മറഞ്ഞു പോകാൻ പോവുക. യോശുവൊക്കെ പറയുന്ന കണക്ക് അതിഥിയെ കണക്ക് വന്നു, നെവർ ബോൺ നെവർ ഡൈ. പിന്നീട് ഗുരുവിനെ കുറിച്ച് നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല. പക്ഷെ വളരെ വൈകാതെ ആ തൊട്ടടുത്തുള്ള ഒരു പർവ്വതത്തിൽ, എറ്റ്ന എന്ന് പറയുന്ന ഒരു പർവ്വതത്തിലുണ്ടായ ഒരു വോൾക്കാനയിൽ ആ ഗുരുവിന്റെ മെതിയടികള് ഇങ്ങനെ പുറത്തേക്ക് വരികയും ചെയ്യുക. അതിന്റെ അർത്ഥം അതിന്റെ ഒരു പാളികൾക്കിടയിൽ എവിടെയോ ഗുരു ഒളിക്കുകയോ സ്വയഹത്യക്ക് ശ്രമിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു നിഗൂഢ തലം ഒളിച്ചെഴുതാൻ വേണ്ടി കൂടി വന്ന ഒരാളുടെ പേരാണ് ക്രിസ്തു എന്ന് തോന്നുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കണം നമുക്കറിയാം ക്രിസ്തുവിന്റെ മരണത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു വ്യത്യാസം ദേവാലയത്തിലെ തിരശ്ശീല നെടുകെ കീറിപ്പോ എന്നാ പറയുന്നത്. നമ്മൾ ഓർമ്മിക്കണം, വളരെ കൃത്യമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്, മുകളിൽ നിന്ന് താഴേക്ക് കീറിപ്പോവുക. ക്രിസ്തുവിലൂടെ എന്ത് നടക്കണം ദൈവം ആഗ്രഹിക്കുന്നതിന്റെ വലിയൊരു അടയാളം. താഴത്തുനിന്നല്ല കീറുന്ന, മുകളിൽ നിന്നാണ് കീറാൻ പോകുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ തിരശ്ശീല? ദേവാലയത്തിന്റെ ഒരു സ്ട്രക്ചറൊക്കെ അറിയാവുന്നവർക്കറിയാം. ഈ ശ്രീകോവിലിന്റെ അങ്ങേയറ്റത്തായിട്ടാണ് ഈ തിരശ്ശീല ഇട്ടിരിക്കുക. അതിനപ്പുറത്തേക്ക് ആർക്കും പ്രവേശനമില്ല. ഉണ്ട് മുഖ്യ പുരോഹിതന്മാർക്ക് ആണ്ടിലൊരിക്കൽ ഇങ്ങനെ കുറി കിട്ടിക്കഴിഞ്ഞാൽ നറുക്കെടുത്ത് കയറാവുന്ന ഇടമാണ്. അത്രയും പ്രധാനപ്പെട്ട ഇടമാണ്. പക്ഷെ ക്രിസ്തുവിന്റെ മരണത്തോടുകൂടി ആ നിഗൂഢതയുടെ തിരശ്ശീല നെടുകെ കീറിപ്പോവുക. ഇത്രയും നിഗൂഢതകള് മനുഷ്യനുമായി ബന്ധപ്പെട്ടോ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടോ, ദൈവത്തിന്റെ ഒക്കെ ഫിലോസഫിയിലൊക്കെ വിളിക്കുന്നതാണൊക്കെ ട്രമൻഡസ് മിസ്റ്ററി എന്ന് പറയുന്ന പ്രതലത്തെ കാണാതെയല്ലേ നമ്മൾ ഈ വർത്താനം പറയുന്നത്. എന്നാൽ പോലും ഇത്രയും നിഗൂഢതകൾ ഒന്നിനും ആവശ്യമില്ലെന്നതിന്റെ ഒരു സാക്ഷ്യം കൂടിയായിരിക്കും നസ്രത്തിൽ യേശു. തന്റെ ജീവിതം അയാൾ വളരെ സുതാര്യമായിട്ട് തന്നെ സൂക്ഷിച്ചു. അവരോടൊപ്പം ഭോജനത്തിനിരുന്നു, അവരോടൊപ്പം അന്തി ഉറങ്ങി, അവരോടൊപ്പം അലഞ്ഞു നടന്നു. മറച്ചു പിടിക്കാനായിട്ട് ഒന്നുമില്ലാത്ത ഒരു അലഞ്ഞു നടന്ന നൊമാഡായ ഗുരുവിന്റെ പേരാണ് നസ്രത്തിൽ യേശു. അതുകൊണ്ട് തന്നെ അയാൾ നമ്മളിൽ നിന്ന് ഇത്രയും രഹസ്യാത്മകമൊന്നും ആഗ്രഹിക്കുന്നില്ല. വളരെ കൃത്യമായിട്ട് അയാൾ പറയുന്നുണ്ട്, എന്ത് നിങ്ങൾ മറച്ചു പിടിച്ചാലും അത് വെളിയിലേക്ക് വരും. നിങ്ങൾ എന്ത് രഹസ്യത്തിൽ മന്ത്രിച്ചാലും അത് പുരമുകളിൽ നിന്ന് ഘോഷിക്കപ്പെടും. ഉടനീളം ക്രിസ്തു ഈ രഹസ്യാത്മകതയെ ഏതെങ്കിലും തരത്തിലൊക്കെ നേരിടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ പഴയ നിയമത്തിലെ സാംസന്റെ കഥയൊക്കെ വാസ്തവത്തിൽ ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ആ പുതിയ നിയമത്തിലെ ക്രിസ്തുവിന്റെ തന്നെ നിഴലാണെന്ന് തന്നെയാണ് ഒത്തിരി പേര് വിചാരിക്കുന്നത്. കാരണം നല്ലതുപോലെ ക്രിസ്തുവിന് നിഴല് വേണ്ടിയിട്ടുള്ള കഥാപാത്രമായിരിക്കാം ഒരുപക്ഷെ സാംസൺ. അല്ലെങ്കിൽ വെറുതെ അമർത്തിത്തറകൾ മാത്രം സാധ്യതയുള്ള ഒരു മല്ലന്റെ കഥ എന്തിനാണ് നമ്മുടെ വേഗത്തിൽ പ്രത്യക്ഷപ്പെടുക? അല്ല, കഥയൊക്കെ നമുക്കറിയാം. ഒരു അഗാധ ഇങ്ങനെ വലിയ കരുത്തുള്ളൊരു മനുഷ്യൻ. എന്നും മാനവരാശി ഈ കരുത്തിന്, അജയമായ കരുത്തിന്റെ പിന്നാലെ വാസ്തവത്തില് തോൽപ്പിക്കാനാവാത്ത എന്തെങ്കിലും കരുത്തുണ്ടോ ഭൂമിയില്? അതിന്റെ രഹസ്യം അയാൾ ആരോടും പറഞ്ഞു കൊടുത്തിട്ടില്ല. അയാൾ ഒരാളോട് മാത്രം പറയുന്നുണ്ട്, തന്റെ ആ പ്രണയിനിയോട്. കാരണം അത് അഗാധമായൊരു ബന്ധമാണ്. ആ അഗാധമായ ബന്ധത്തിൽ ഇയാൾ തന്റെ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ക്രിസ്തുവിന്റെ തന്നെ അവതാരവുമായി ബന്ധപ്പെടുത്തി വായിക്കാവുന്ന നല്ലൊരു സൂചകതയാണ്, നല്ലൊരു മെറ്റഫറ, ഉപമയൊക്കെയാണ്. കാരണം ഇതിൽ തന്നെയാണ് മനുഷ്യാവതാരത്തിൽ സംഭവിക്കുക. ക്രിസ്തു തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് തയ്യാറാവുന്നു. സ്വാഭാവികമായിട്ട് രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തൊരു മനുഷ്യൻ വളരെ വൾണറബിൾ ആയിരിക്കും. അത് വളരെ ബ്രേക്കബിൾ എന്ന് പറഞ്ഞ സംഭവം അജയല്ല വാസ്തവത്തില. കാരണം രഹസ്യങ്ങളിലാണ് എല്ലാ നിഗൂഢതകളും ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നത്. മാജിക് ഒക്കെ പഠിക്കുന്ന കൊച്ചുമക്കൾക്ക് പോലും അറിയാം, ആ രഹസ്യങ്ങളിലാണ് ഈ കളി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറകിലിരിക്കുന്ന ആൾക്ക് ഈ കളിയിൽ കൗതുകമില്ല, മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് കൗതുകം. കാരണം പുറകിലിരിക്കുന്ന ആൾക്ക് നിങ്ങളുടെ കൈയെടുക്കത്തെ കുറിച്ചും നിങ്ങൾ കാണിക്കുന്ന ചെറിയ ചെറിയ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ധാരണകളുള്ളത് കൊണ്ട് അയാൾക്ക് നിങ്ങളോട് മതിപ്പില്ല. ഒരുപക്ഷെ ആ മനുഷ്യാവതാരത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ്. അവൾ അത്രയും വെളിപ്പെട്ട് കിട്ടിയത് കൊണ്ട് അവൾ വളരെ വൾണറബിൾ ആയിട്ട് മാറുന്നു. നിങ്ങൾക്ക് അയാളെ നേരിടാൻ പറ്റുന്നു, നിങ്ങൾക്ക് അയാളെ പരിഹസിക്കാൻ പറ്റുന്നു. എന്നിട്ടോ സാംസനും ക്രിസ്തുവുമായിട്ട് ഉള്ളൊരു മറ്റൊരു ബന്ധം കൂടി ഇതാണ്. സാംസൺ
ജീവിച്ചിരുന്നപ്പോൾ ഒത്തിരി പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് അയാൾ മരിച്ചപ്പോഴാണ് കൊലപ്പെടുത്തിയത്. നമുക്ക് കഥയൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. ആ ഒരു വലിയ ഉത്സവം നടക്കുമ്പോൾ ഇയാളെ ഇങ്ങനെ തൂണി കെട്ടിയിരിക്കുക, മുടിയിലാണ് ശക്തി എന്നൊക്കെയാണ് അയാൾ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നത്. ആ രഹസ്യത്തിന് ശേഷം അയാൾ അങ്ങോട്ട് മുഴുവനായിട്ട് ഷേവ് ചെയ്യുവര്, തലമുണ്ടനം ചെയ്യുക. പക്ഷെ ഇതിനിടയിൽ എപ്പോഴോ ഇയാളുടെ മുടിയിഴകൾ വളർന്നു വന്നതായിട്ട് ആരും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഈ വലിയ ഉത്സവം നടക്കുമ്പോൾ ഈ വീണ്ടും തന്റെ ശക്തി തിരികെ കിട്ടിയ ഈ മനുഷ്യൻ ആ ദേവാലയ തൂണുകൾ കുലുക്കി ആ മുഴുവൻ ഫിലിസ്തീനെയും കൊല്ലുന്നതായിട്ടാണ് കഥ അവസാനിക്കുക. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഇത്രയേ ഉള്ളൂ. ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ ആഗ്രഹിച്ചിരുന്ന ഒറ്റ കാര്യം അത് ജീവൻ കൊടുക്കുക. ഞാൻ വന്നിരിക്കും ജീവൻ നൽകാനും ജീവൻ സമൃദ്ധമായിട്ട് നൽകാനും വേണ്ടിയാ. ഫലത്തിൽ എന്ത് സംഭവിക്കൂ? അങ്ങനെ കടന്നുപോയ ഒരാള് കടന്നു പോകുമ്പോൾ ഈ മുഴുവൻ ഫിലിസ്തീനും മരിച്ചെന്ന് പറയുന്നവനൊക്കെ സാർവലൗകികമായ ഒരു രക്ഷയുണ്ടാവുന്നു. ജീവൻ കൊടുത്താലും മടങ്ങിപ്പോകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ സംഭവിക്കേണ്ടത്. എല്ലാവർക്കും ജീവനാണ്. വളരെ കുറച്ചു പേർക്കാണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജീവൻ കൊടുത്തത്. പക്ഷെ തന്റെ മരണത്തോടുകൂടി ഭൂമിയുടെ മുഴുവൻ രക്ഷയൊക്കെ ആയിട്ട് മാറുന്നല്ലേ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ വലിയ അളവിൽ ഈ രഹസ്യാത്മകത നിലനിർത്തേണ്ടെന്ന് കരുതിയ അങ്ങനെ ശടിച്ച ഒരാൾ തന്നെ ആയിരിക്കണം നസ്രത്തിൽ യേശു. അതുകൊണ്ടൊക്കെയാണല്ലോ അവസാന കാലങ്ങളിൽ അവിടുന്ന് തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന വാക്ക് സ്നേഹിതരെന്ന. ആരാ സ്നേഹിതരെന്ന് പറയുന്നത്? ആരോടാണോ നിങ്ങൾ നിങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാവുന്ന അയാളാണ് നിങ്ങളുടെ സ്നേഹിതൻ. നമ്മൾ നമ്മുടെ രഹസ്യങ്ങളൊന്നും എല്ലാവരും വെളിപ്പെടുത്തുന്നില്ല. നമുക്ക് ഏറ്റവും കമ്പാനിയനായിട്ട് തോന്നുന്ന വാക്ക് കുംബാനെ, ഒരേ അപ്പം ഭക്ഷിക്കുന്ന അത്രയും അടുപ്പമുള്ള ഇന്റിമസികളോട് മാത്രമാണ് നമ്മൾ സ്നേഹിതരെന്ന് വിളിക്കുക. അപ്പോ നമ്മളെയൊക്കെ അവിടെ നിന്ന് ആ പ്രതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി മുതൽ ഞാൻ നിങ്ങളെ ശിഷ്യരെന്ന് വിളിക്കില്ല, സ്നേഹിതരെന്ന് മാത്രം. മറ്റൊരിടത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, വിജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും ഇത് മറച്ചു വെച്ച് എന്റെ കുഞ്ഞുമക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദൈവമേ നിനക്ക് സ്തോത്രം. അപ്പോൾ ആ ഒരു രഹസ്യാത്മകതയുമായി ബന്ധപ്പെട്ട് ക്രിസ്തു പുലർത്തുന്ന നിലപാടാണ് ഇതെങ്കിൽ നമ്മൾ നേരത്തെ കേട്ട വചനത്തിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള അർത്ഥം എന്താ? നിങ്ങൾ രഹസ്യത്തിൽ കേട്ടത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുന്ന അർത്ഥം എന്താണ്? അത് ശിഷ്യത്വവുമായി ബന്ധപ്പെട്ട് ക്രിസ്തു നൽകുന്ന ഒരു പാഠമായിട്ടാണ് പൊതുവെ ഗണിക്കപ്പെടുന്നത്. കാരണം ഒരാൾക്കും തന്റെ ശിഷ്യത്വത്തെ അധികാലം ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. എവിടെങ്കിലും വെച്ച് ആളത് വെളിപ്പെടുത്തിയില്ലെങ്കിൽ അത് ശിഷ്യത്വം ചിലപ്പോൾ വല്ലാതെ അതിനകത്ത് ശ്വാസം മുട്ടി മരിച്ചു പോയേക്കും. എത്ര കാലം ഒരു കാര്യം നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പറ്റും? ആ പറയിലെ വിളക്കിന്റെ ഒക്കെ കഥ അതാ. എത്ര കാലം നിങ്ങൾക്ക് ഈ പറയുടെ വിളക്കിന് താഴെ പറയ്ക്ക് കീഴെയായിട്ട് ഈ വിളക്ക് സൂക്ഷിക്കാൻ പറ്റും? നമ്മൾ വിചാരിക്കുന്ന അങ്ങനെ വിളക്ക് സൂക്ഷിക്കുന്ന വഴിയായിട്ട് അത് സേഫാ. അല്ല, പറയുടെ കീഴിൽ സൂക്ഷിക്കുന്ന വിളക്കിന് അധികം കാലം നിൽക്കാൻ പറ്റത്തില്ല. ഈ ഓക്സിജൻ എന്ന് പറയുന്ന സംഭവം ആവശ്യമുണ്ട് ഈ ദീപനാളങ്ങൾക്ക് നിലനിൽക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ അധികം കാലം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കെട്ടുപോകും. നിങ്ങൾ പോലും മനസ്സിലാക്കാത്ത വിധത്തിൽ കെട്ടുപോകും. പിന്നീട് എപ്പോഴെങ്കിലും ഈ പറ ഉയർത്തുമ്പോഴാണ് നിങ്ങൾ സുരക്ഷിതമായിരുന്നു കരുതിയിരുന്ന ആ ദീപനാളം നിങ്ങളെ കൈവിട്ടു പോയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക. വല്ലാത്തൊരു വിറയൽ അപ്പോൾ സംഭവിക്കില്ലേ? അപ്പോൾ ഈ ഉള്ളിലെ ചില കാര്യങ്ങളെ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശിഷ്യത്വം ഒരു രഹസ്യമായ ഒരു പ്രക്രിയയല്ല. ഇതിന്റെ അർത്ഥം ഓരോരുത്തരും ഇങ്ങനെ ഇടവഴികളിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോ ലഘുലഘു വിതരണം ചെയ്യണമെന്നോ വലിയ മൈക്ക് വെച്ചിട്ട് ഇതിനെ ഘോഷിക്കണമെന്നോ അല്ല. നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഗുരുവിനെ നിങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ടോ? റിവീൽ എന്ന് പറഞ്ഞ അർത്ഥം പോലും അതാണല്ലോ. പഴയ നാടകങ്ങളൊക്കെ വായിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. സ്വാഗതം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതെപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അയാൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും അവരവരോട് പറയുന്ന കാര്യങ്ങൾ എവിടെങ്കിലും ഒക്കെ വെച്ച് വെളിപ്പെടുത്താനുള്ള ബാധ്യത നമുക്കില്ലേ? പലപ്പോഴും ബൈബിളിലെ ഒന്ന് രണ്ട് കഥാപാത്രങ്ങളെ നമ്മൾ അങ്ങനെ വായിച്ചെടുക്കാറുണ്ട്. ഉദാഹരണമായിട്ട് നിക്കോദേമോസ്. ഇയാൾ തന്റെ രഹസ്യത്തിൽ ശിഷ്യനായിട്ട് ആകാനായിട്ട് ആഗ്രഹിച്ചിരുന്ന മനുഷ്യനാണ്. വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട് ഇയാൾ ക്രിസ്തുവിനെ കണ്ടിരുന്നതൊക്കെ രാത്രികാലങ്ങളിലായിരുന്നു. പകൽ വെളിച്ചത്തിലേക്ക് വരാനായിട്ട് ഇയാൾക്ക് ഒരു താല്പര്യമില്ല. എന്നിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു ക്രിസ്തു മരിച്ചപ്പോൾ ഇയാൾ വെളിയിലേക്ക് വരികയാണ്. അയാളാണ് ആ ക്രിസ്തുവിന്റെ ശരീരത്തിന് വേണ്ടി ചോദിക്കുക. അതടക്കാനായിട്ട് അരിമത്യക്കാരൻ ജോസഫിനെ സഹായിക്കുന്ന അയാളാണ്. ആവശ്യമായ പരിമളദ്രവ്യവും വാങ്ങിക്കൊണ്ടുവരുന്നത് അയാളാണ്. ഒപ്പം ഈ അരിമത്യക്കാരൻ ജോസഫ് എന്ന് പറയുന്ന ഒരു രഹസ്യ ശിഷ്യനാണ്. സന്നിധിന്റെ സംഘമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മനുഷ്യത്. ഒരുപക്ഷെ ആ ക്രിസ്തുവിനെതിരായിട്ട് വിചാരണ നടക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ക്രിസ്തുവിന് വേണ്ടി ഒന്ന് പറയാനായിട്ടുള്ള ആഗ്രഹം ഉള്ളിലുണ്ടായിട്ടും വല്ലാതെ ശിരസ് കുനിച്ചിരിക്കേണ്ടി വന്ന വ്യക്തികളൊക്കെ ആയിരിക്കും ഇവര്.